ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ അടിസ്ഥാന ശാസ്ത്രം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 8-ലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ടെക്സ്റ്റ് നന്നായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. കാണാപ്പാഠം പഠിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്ത് ചിലത് നമുക്ക് കാണാപ്പാഠം പഠിക്കാനുണ്ടാവും. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, അതുപോലെ മീറ്ററിൻ്റെ ഷോർട്ട് എന്താണ്, മീറ്ററിൻ്റെ ഷോർട്ട് എം ആണ്, അതൊക്കെ ചിലതൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിക്കാനാണ്. പക്ഷെ നമ്മൾ ഓരോ ഭാഗങ്ങൾ എന്താണ് ചിലത് കാണാപ്പാഠം പഠിക്കേണ്ടത് പഠിക്കുക, എന്താണ് ബാക്കിയുള്ളത് മനസ്സിലാക്കുക, എന്താന്നുള്ളത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്താ ടെക്സ്റ്റ് നന്നായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് ചാപ്റ്റർ നമ്മൾ വായിച്ച് ടെക്സ്റ്റിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കാർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇയാൾ എന്താ പറയുന്നത്, ദ എൻജിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചേർഡ് ഇൻ ജപ്പാൻ ആൻഡ് ദ അതർ പാർട്സ് ഇൻ ഇന്ത്യ. എന്താണ് ഈ കാറിൻ്റെ എൻജിന് ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണെന്നാണ് ആര് പറയുന്നത്, ഈ മെക്കാനിക്ക് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടായ സംശയം എന്താണ്, പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കുവാൻ കഴിയുമെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ എൻജിൻ ജപ്പാനിലും മറ്റ് ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ പല കൺട്രീസിൽ നിന്നാണല്ലോ ഈ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് യോജിപ്പിക്കാൻ കഴിയുന്നതെന്നാണ് എന്ത് ഈ കുട്ടീൻ്റെ സംശയം അല്ലേ. നിങ്ങൾക്കും ആ സംശയം ഉണ്ടാവും അല്ലേ. നോക്കൂ, ഹാവ് യു നോട്ടീസ്ഡ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, റൈറ്റ് ഇറ്റ്. ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളത് നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്കും ആ സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. To solve such problems in our daily life, it is necessary to measure and state the characteristic properties of objects and phenomena. Such measurable quantities are physical quantities. എന്താണ് പറയുന്നത്, നമ്മൾ ഡെയിലി ലൈഫിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് എന്താണ് പ്രസ്താവിക്കേണ്ടത് അല്ലേ. ഇത്തരം അളവുകളാണെന്ത് ഈ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം അളവുകളാണെന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഡെയിലി ലൈഫിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യമാണ് എന്ത് മെഷർ ആൻഡ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഫിനോമിന. അങ്ങനത്തെ ഒബ്ജക്റ്റിൻ്റെയും എന്താണ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്താണ് മെഷർ ചെയ്ത് എന്താണ് നമുക്ക് എന്താക്കേണ്ടത് മെഷർ ചെയ്തിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലേ. അതാണ് എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ ഡെയിലി ലൈഫിൽ ദൈനംദിന ജീവിതത്തിൽ എന്താണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്താണ് നമ്മൾ വസ്തുക്കളുടെയും അതുപോലെ പ്രതിഭാസങ്ങളുടെയും എന്താണ് സവിശേഷതകൾ സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം അളവുകൾ അല്ലേ ഓരോന്നിൻ്റെയും ഓരോ അളന്ന് പ്രസ്താവിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ സ്കെയിലിൽ അളക്കുകയാണെങ്കിൽ എന്താണ് ഒരു നീളം അല്ലേ, ഒരു നൂലിൻ്റെ നീളം എത്രയാണെന്ന് അറിയുമ്പോൾ നമ്മൾ അളക്കൂലേ. അങ്ങനെ ഓരോന്നിനും എന്താണ് എന്താണ് അപ്പോൾ ഈ നൂലിൻ്റെ നീളം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അളക്കണ്ടേ. അങ്ങനെ ഓരോന്നിൻ്റെയും ഈ സ്വഭാവ സവിശേഷതകൾ എന്താ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട് അല്ലേ. ഇത്തരം അളവുകളാണ് എന്ത് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി നോക്കൂ, ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ്, ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. റെക്കോർഡ് ദ ക്വാണ്ടിറ്റീസ് യു ഐഡൻറ്റിഫൈ ഇൻ ദ ടേബിൾ. നോക്കിയേ, ഇവിടെ നമ്മൾ താഴെ തന്നിരിക്കുന്ന നമ്മളെ ഡെയിലി ലൈഫിലെ സന്ദർഭങ്ങൾ അല്ലെ ജീവിത സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക. ഓരോന്നിനെയും ഭൗതിക അളവുകൾ കണ്ടെത്താനാണ് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണ്ടെത്തുക. നിങ്ങൾ കണ്ടെത്തിയ അളവുകൾ പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ ഇവിടെ അപ്പോൾ ഇവിടെ എന്താണ് ഇയാൾ ഒരു കുഴീൻ്റെ നീളം നോക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ലെങ്ത് ആണ് അല്ലേ, നീളം നോക്കുകയാണ് അല്ലേ. അതുപോലെ ഇവിടെ എന്താണ് വെയിറ്റ് നോക്കുകയാണ് അല്ലേ. അതുപോലെ ഇയാൾ എന്താ ഷർട്ടിൻ്റെ കയ്യിൻ്റെ നീളം നോക്കുകയാണ്. അതുപോലെ എന്താണ് ഇവിടെ ടൈം നോക്കുകയാണ്, ഇത് പ്രഷർ നോക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ് നമുക്ക് ടെമ്പറേച്ചർ നോക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഇത് ലെങ്ത്ത് എന്ന് എഴുതുക കേട്ടോ, നീളം എന്ന് എഴുതുക. ഇതെന്താ മാസാണ് കേട്ടോ, ഇതും ലെങ്ത്ത് നീളം എന്ന് എഴുതുക. പിന്നെ ഇതെന്താണ് ഇത് ടൈം സ്പീഡ് എന്ന് എഴുതുക. ഇതെന്താണ് പ്രഷർ, ഇത് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ഇത് നീളം മാസ് നീളം.
ഇതെന്താണ്? ആ സമയമാണ്, ടൈമാണ് നോക്കുന്നത് അല്ലേ. അത് മർദ്ദം അല്ലേ. ഇതെന്താണ്? താപനില. ഇത് ലെങ്ത്, ഇത് മാസ്, ഇതെന്താണ്? ലെങ്ത്, നീളാണല്ലോ നോക്കുന്നത് അല്ലേ. ഇത് വെയിറ്റാണ് നോക്കുന്നത്, ഇത് കുഴീൻ്റെ ആഴാണ് നോക്കുന്നത് അല്ലേ. ഓക്കെ. പിന്നെ ഇതെന്താണ്? കുട്ടി ഓടുന്ന ടൈം നോക്കുകയാണ് അല്ലേ. പിന്നെ ഇത് പ്രഷർ ചെക്ക് ചെയ്യാണ്, പ്രഷർ അല്ലേ. ഇത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി എന്താണ് നമുക്ക് ഇവിടെ സിറ്റുവേഷനും ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്, നേരത്തെ ചിത്രത്തിൽ കാണിക്കുന്ന മാതിരി തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിത് കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത് അല്ലേ. മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്, എന്താ ലെങ്ത് അല്ലേ. മെഷറിങ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾ, മാസ് അല്ലേ. എന്താണ് നേരത്തെ ചിത്രത്തിൽ തന്ന പോലെ. അപ്പോൾ നോക്കിയേ, ടേക്കിംഗ് മെഷർമെന്റ് ബൈ എ ടൈലർ മെഷർമെന്റ് എടുക്കുന്നത് എന്താ? അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത് എന്ന് പറയും കേട്ടോ. യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്, എന്താണ്? ഓടുന്നതിൽ എന്താണ് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത്? ഏതാണ്? ടൈമാണ് അല്ലേ. പിന്നെ അതുപോലെ എന്താണ്? മെഷറിങ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഏതാണ്? പ്രഷറാണ് കേട്ടോ. മെഷറിങ് ബോഡി ഹീറ്റ് ചെക്ക് ചെയ്യുന്ന ഏതാണ്? ടെമ്പറേച്ചറാണ്. ഓക്കെ. ഇവിടെ നോക്കിയേ, സന്ദർഭം എന്താണ്? കുഴിയുടെ ആളം അളക്കുന്നു, ഭൗതിക അളവ് എന്താണ്? നീളം അല്ലെ. പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നു, ഏതാ? മാസ് അല്ലെ. തയ്യൽക്കാരൻ അളവെടുക്കുന്നു, നീളം. ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു, ഏതാണ്? സമയമാണ് കേട്ടോ. രക്തസമ്മർദ്ദം അളക്കുന്ന ഏതാണ്? ഇതിന്റെ ഭൗതിക അളവ് മർദ്ദമാണ് അല്ലെ. ശരീരത്തിന്റെ ചൂട് അളക്കുന്നു, അതേതാണ്? താപനില അല്ലെ. In all the above situations, physical quantities help solve the practical problems suitably അല്ലേ. ഈ മുകളിലുള്ള എല്ലാ സിറ്റുവേഷനിലും ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താ? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സൂട്ടബിൾ ആയിട്ട് സോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഫൈൻഡ് ആൻഡ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എന്താണ്? മേൽ കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നിങ്ങൾക്കറിയാം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നമുക്ക് ഡെൻസിറ്റി എഴുതാം അല്ലേ. പിന്നെ എന്താണ്? നമുക്ക് എന്താ എഴുതാ? സ്പീഡ് എഴുതാ, ഡെൻസിറ്റി എഴുതാ അല്ലേ. വേഗത എഴുതാ, പിന്നെ സാന്ദ്രത എഴുതാ, പിന്നെ വോളിയം വ്യാപ്തം എഴുതാ. സ്പീഡ്, ഡെൻസിറ്റി, വേഗത, സാന്ദ്രത, വ്യാപ്തം ഒക്കെ എഴുതാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ? സ്പീഡ് എഴുതാ, ഡെൻസിറ്റി എഴുതാ, വോളിയം എഴുതാ അല്ലേ. വേഗത, വ്യാപ്തം, സാന്ദ്രത ഒക്കെ എഴുതാം അല്ലേ. ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷേർഡ് ഡയറക്ട്ലി ഇൻ സിറ്റുവേഷൻസ് where direct measurement is not possible? Can you write them with a reference to other physical quantities? എന്താ ഇവിടെ പറയുന്നത്? എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും എല്ലാ ഭൗതിക അളവും നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ? ഒക്കെ കറക്റ്റ് നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ? നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ എന്ന് വെച്ചാൽ എല്ലാം നേരിട്ട് എന്താണ് അളക്കാൻ കഴിയില്ല അല്ലേ. ഇപ്പം നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ എന്താണ് മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാവുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. There are many physical quantities among the length, mass, time, electric current, temperature, amount of substance and luminous intensity are called fundamental quantities അല്ലേ. there are ഒരുപാട് എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മൾ ഏതൊക്കെയാണ്? ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടൈം ഉണ്ട്, ഇലക്ട്രിക് കറന്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി ഒക്കെ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ലെങ്ത്, മാസ്, വെയിറ്റ്, ടൈം ഒക്കെ പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇഫ് സോ വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഭൗതിക അളവുകൾ അനവധിയുണ്ട് അല്ലേ. ഇവയിൽ നീളം, മാസ്, സമയം, അതുപോലെ വൈദ്യുതി പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നില്ല. അതിനെന്താണ് അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? നമുക്ക് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത അല്ലേ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അടിസ്ഥാന അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അടിസ്ഥാന അളവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. ഇവയെ ബന്ധപ്പെടുത്തിയിട്ട് എന്താണ്? മറ്റെല്ലാ അളവുകളെയും നമുക്ക് എന്താക്കാൻ പറ്റും? പ്രസ്താവിക്കാൻ കഴിയും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് അടിസ്ഥാന അളവുകൾ? അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അടിസ്ഥാന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് independently and cannot be expressed in terms of other quantities. എന്താണ് പറയുന്നത്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്? ഒരു ക്വാണ്ടിറ്റീസ് ആണ്, അത് നിൽക്കുന്ന എവിടെയാണ്? ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് അല്ലേ.
ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണെന്ത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണെന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കും, മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണെന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓർ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെൻഷൻ ഇൻ ദ ടേബിൾ 1.1 ആൻഡ് ലിസ്റ്റ് ദം ബിലോ. അപ്പോൾ എന്താണ് മുകളിൽ തന്നിരിക്കുന്ന ടേബിൾ 1.1 തന്നിരിക്കുന്ന അതിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ ടേബിളിൽ ഏതൊക്കെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാൻ പറ്റുന്നത്? ഏതൊക്കെയാണ്? ലെങ്ത് പറയുക, മാസ് പറയുക അല്ലേ, പിന്നെ ഏതാ ടൈം പറയുക, ടെമ്പറേച്ചറും പറയുക അല്ലേ. എന്താണ്? നീളം, സമയം, മാസ്, താപനില അല്ലേ. മുകളിൽ തന്നിരിക്കുന്ന ആ സന്ദർഭങ്ങളിലെ ടേബിളിലുള്ള അടിസ്ഥാന അളവുകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞ എന്താ? നീളം, സമയം, മാസ്, താപനില. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കിയാൽ ഇൻ അവർ ഡെയിലി ലൈഫ്, നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചിത്രങ്ങൾ നോക്കൂ. ഇവ ഓരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിലെ ഭൗതിക അളവുകൾ കണ്ടെത്തുക. ഇതിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഈ ചിത്രങ്ങൾ നോക്കി ഇവ ഓരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഭൗതിക അളവുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതില് ഫസ്റ്റ് എന്താ? പരപ്പളവാണ് അല്ലേ. ഇതെന്താണ്? അതിൽ ഉള്ളളവാണ് അല്ലേ, വോളിയാണ് അല്ലേ. പിന്നെന്താ? വോളിയം, ഏരിയ. ഓക്കെ, നെക്സ്റ്റ് റെക്കോർഡ്. ഇവ ഓരോന്നും കണ്ടെത്തുന്ന വിധം രേഖപ്പെടുത്തി എന്താണ്? പട്ടിക ഉചിതമായി പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, എന്താണ്? ഇവിടെ സിറ്റുവേഷൻ നോക്കിയേ. ഫോർ പെയിന്റിങ് ദ വാൾ, അപ്പൊ എന്താ? ഏരിയ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. വാൾ പെയിന്റ് ചെയ്യാൻ, ചുമര് പെയിന്റ് ചെയ്യാൻ എന്താ നമുക്ക്? അതിന്റെ പരപ്പളവാണ് വേണ്ടത് അല്ലേ. അപ്പൊ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് അത് കണ്ടുപിടിക്കാനുള്ള എന്താ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ഇവിടെ വരിക അല്ലേ. ലെങ്ത് LENGTH അല്ലേ, ലെങ്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മെഷർമെന്റ് ഓഫ് എ മെഡിസിൻ പെർ ലിക്വിഡ്, വോളിയാണ് അല്ലേ. മെഡിസിനോ ലിക്വിഡൊക്കെ ഒഴിക്കാനുള്ള മെഷർമെന്റ് എന്താ? വോളി അല്ലേ, ഉള്ളളവാണ് അല്ലേ. അപ്പോൾ വോളി ഈക്വൽ ടു എന്താണ്? ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. വോളി എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ഓഫ് ജാർ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി, വ്യാപ്തം എന്താണ്? അളവ് ജാറിന്റെ ചുറ്റളവ് ഇൻറ്റു ഉയരം. നോക്കൂ, വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസ്ഡ് ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം? ആൾ ഓഫ് ദം ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻ ആർ ഇൻ ദ. എന്താ ഇവിടെ പറഞ്ഞത്? പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ, അതുപോലെ വോളിയം കണ്ടുപിടിക്കാനൊക്കെ ഏതെല്ലാം അളവാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്കിവിടെ ഏരിയയും വോളിയം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം? ലെങ്ത്തും വിഡ്ത്തും അല്ലേ. പിന്നെ ഇവിടെ ഏരിയയും ഹൈറ്റും അല്ലേ. ഇപ്പൊ ഇവിടെ എന്താണ്? ഏരിയയും വോളിയം കണ്ടുപിടിക്കാൻ എന്തൊക്കെ? ലെങ്ത്തും വിഡ്ത്തും അതുപോലെ ഏരിയയും ഹൈറ്റും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. എല്ലാം ഓൾ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് ആർ ഇൻ ദ അല്ലേ. എന്താണ്? ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങളിലുള്ള ദൂരം തന്നെയല്ലേ ചോദിച്ചത്? അതെ ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെന്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. അറിയാലോ, രണ്ട് പൊസിഷൻ്റെ അല്ലേ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? അതിനാണ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. നമ്മളെന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മളെന്താണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഏരിയയും വോളിയം ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റീസ്. Such quantities that can be found out using fundamental quantities are called derived quantities. അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് എന്താണ് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഞാൻ റൈറ്റ് ഡെഫിനിഷൻ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ നോക്കിയേ? രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് എന്താ? നീളം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ സൂചിപ്പിക്കുന്നില്ല. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് എന്താണ്? നീളം ആണല്ലോ. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്താ? നീളല്ലേ. അത് ഇവിടെ എന്താണ്? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ, ഈ ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. പരപ്പളവ്, വ്യാപ്തം, എന്താണ്? ഏരിയ, വോളിയം എന്നീ അളവുകളെ കണ്ടെത്താൻ എന്താണ്? നീളം എന്ന അടിസ്ഥാന അളവാണെന്ത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. ഈ വോളിയം, ഏരിയയും കണ്ടുപിടിക്കാനുള്ള അളവിനെ കണ്ടെത്താൻ എന്താ? നീളം എന്ന ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന അളവുകളാണല്ലോ നമ്മളിവിടെ എന്താക്കുന്നത്?
ഉപയോഗിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റ് അളവുകളെ എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഫണ്ടമെന്റൽ അളവുകൾ ക്വാണ്ടിറ്റീസ് കണ്ടെടുത്താനുള്ള ഈ അളവുകൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. എങ്കിൽ വ്യുൽപ്പന്ന അളവുകൾക്ക് ഒരു നിർവചനം നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ നോക്കാം അല്ലേ. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഡെഫിനിഷന്? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ്? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് എന്ത്? ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന ആ അളവുകളാണെന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണെന്ത്? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി സി ഹൗ ദ മാസ് ഈസ് മാർക്ക്ഡ് ഓൺ എ ഗ്യാസ് സിലിണ്ടർ. നോക്കിയാൽ ഗ്യാസ് സിലിണ്ടറിൽ എന്താണ് ഇവിടെ മാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. മാസ് മാർക്ക്ഡ് ഓൺ ദ സിലിണ്ടർ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം. ഇവിടെ എത്ര മാസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 14.2 kg എന്നല്ലേ. അവിടെ നിങ്ങൾ എന്താക്കുക 14.2 kg എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, 14.2 kg കിലോഗ്രാം. ദെൻ ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണെന്നല്ലേ. ഇപ്പോൾ 14.2 കിലോഗ്രാം എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ എന്താണ്? ഹിയർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് എ ന്യൂമറിക്കൽ വാല്യൂ ദാറ്റ് ഈസ് 14.2 മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ് ദാറ്റ് ഈസ് കിലോഗ്രാം. എന്താണ് പറയുന്നത്? ഇവിടെ മാസ് എന്ന ഈ ഭൗതിക അളവിനെ 14.2 14.2 എന്ന സംഖ്യാമൂല്യവും മാഗ്നിറ്റ്യൂഡ് കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഒരു നമ്പറും പിന്നെ എന്താണ് ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലേ. kg എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ, അത് മാഗ്നിറ്റ്യൂഡ് അല്ലേ. അതായത് അത് യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് മാസ് എന്ന ഭൗതിക അളവിന് എന്താണ് 14.2 എന്ന മാഗ്നിറ്റ്യൂഡും സംഖ്യാമൂല്യവും പിന്നെ കിലോഗ്രാം എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് എന്ത് ഇവിടെ മാസ് എന്ന് പറഞ്ഞതിനെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. സിമിലർലി കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഷോൺ ഇൻ ദ പിക്ചർ ബിലോ അലോങ് വിത്ത് ദെയർ ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് യൂണിറ്റ്സ്. എന്താണ് ഇതുപോലെ താഴെ കൊടുത്ത ചിത്രങ്ങളിലെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂല്യവും യൂണിറ്റും എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൻ്റെ സംഖ്യാമൂല്യവും യൂണിറ്റും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഈ കുട്ടീൻ്റെ എന്താ ടെമ്പറേച്ചറാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ടെമ്പറേച്ചറൊക്കെ വരുന്നത്? ഇത് ഡിഗ്രി സെൽഷ്യസിൽ വരും അല്ലേ. പിന്നെ ഇതെന്താണ് സെൻറ്റിമീറ്റർ ലെങ്ത് ഹൈറ്റ് ഒക്കെ നോക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അല്ലേ. ഇത് കിലോഗ്രാമിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നോക്കുന്നത്? ഫസ്റ്റത്തെ എന്താണ് ടെമ്പറേച്ചറാണ് നോക്കുന്നത് അല്ലേ. താപനിലയാണ്. ഫസ്റ്റ് എന്താണ് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര 30.8 എന്ന് എഴുതുക അല്ലേ. പിന്നെ ഡിഗ്രി എന്താണ് യൂണിറ്റ് സെൽഷ്യസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ 30.8 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ എഴുതാം. ഇനി അടുത്ത് എന്താ കുട്ടീൻ്റെ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താ നോക്കുന്നത്? ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ എത്രയാണ് അത് നോക്കിയേ? അതെന്താണ് യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആ നമ്പറിൻ്റെ കൂടുതൽ തന്നെ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് എഴുതുക. അതുപോലെ വെയിറ്റും കേട്ടോ. അപ്പോൾ ഉയരം 165 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. 165 സെൻറ്റിമീറ്റർ എന്ന് ഒരുമിച്ച് എഴുതുക കേട്ടോ. അത് എന്താണ് രേഖപ്പെടുത്തുന്ന രീതി. അതുപോലെ ചിത്രം 1.14 മാസാണ്. സംഖ്യാമൂല്യം എന്താണ്? 1 ആണ് കേട്ടോ. കിലോഗ്രാമിലാണ്. അപ്പോൾ 1 kg എന്ന് എഴുതുക. ഓക്കെ, ഹൈറ്റ് എന്താണ്? 165 ആണ്. cm എന്ന് എഴുതുക. യൂണിറ്റ് മോഡ് ഓഫ് മാർക്കറ്റ് എന്താണ്? 165 സെൻറ്റിമീറ്റർ. ഇനി ഫിഗർ 1.14 എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് മാസ് ആണ്. അതിൽ ന്യൂമറിക്കൽ വാല്യൂ 1 ആണ്. യൂണിറ്റ് കിലോഗ്രാം കേട്ടോ. മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ് 1 kg എന്ന് എഴുതുക. അപ്പോൾ വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബോവ്. മുകളിലത്തെ ടേബിളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ആ പട്ടികയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ് അല്ലേ. ഒരു ഫിസിക്കൽ യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന എന്താണ്? ഒരു നമ്പറിൻ്റെ കൂട്ടത്തിലൊരു എന്താണ് നമ്പർ എന്ന് പറഞ്ഞ വാല്യൂ അല്ലേ. ആ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ എന്താ യൂണിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് അല്ലേ. ഭൗതിക അളവ് പ്രസ്താവിക്കുക അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും എന്താണ് യൂണിറ്റും ചേർത്ത് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈറ്റ് എത്രയാണത്? ഒരു 156 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 156 സെൻറ്റിമീറ്റർ നമ്മളവിടെ പറയുമ്പോൾ 156 പറഞ്ഞിട്ട് കാര്യമല്ല. അതുപോലെ നമ്മളെ വെയിറ്റ് ഇപ്പോൾ എത്രയാണ്? 50 കിലോഗ്രാം എന്ന് പറയണം അല്ലേ. അല്ല വെറും 50 പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചേർത്ത് ആ യൂണിറ്റ് ചേർത്ത് തന്നെ നമുക്ക് എന്താക്കണം
പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്താക്കുക, പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.